കൂലി കിട്ടാത്തതിന് ജീവനക്കാർ സമരരംഗത്ത് ഇറങ്ങിയതിന് പിന്നാലെ മാധ്യമപത്രത്തിൽ കൂട്ടസ്ഥലം മാറ്റം. 17 ജേർണലിസ്റ്റുകളെയും 22 നോൺ ജേർണലിസ്റ്റുകളെയുമാണ് കൂട്ടമായി സ്ഥലം മാറ്റിയത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഇതിപ്പോൾ സാധാരണ ഒരു സ്ഥാപനത്തിൽ, ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവുന്നത് ഈ നിലയ്ക്ക് മറ്റൊരു മാധ്യമം എടുത്ത് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ നിരന്തരമായി തൊഴിലാളി വിരുദ്ധ സമീപനം മാധ്യമം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ജീവനക്കാർ, മാധ്യമപ്രവർത്തകരടക്കം സമരത്തിലാണ്. ആ സമരത്തിൽ പങ്കെടുത്തവരെ, പ്രത്യേകിച്ച് അത് സമരത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തവരെ അടക്കം കൂട്ടസ്ഥലം മാറ്റം നടത്തുകയാണ് ഇപ്പോൾ മാധ്യമപത്രം ചെയ്തിരിക്കുന്നത്. അടിസ്ഥാന പ്രശ്നം അവിടെ മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളത് കൂടി ആയിരിക്കെ ഈ സ്ഥലം മാറ്റം കൂടി താങ്ങാവുന്ന അവസ്ഥ ആ മാധ്യമപ്രവർത്തകർക്കുണ്ടോ? ഹർഷൻ, വലിയ പ്രതിസന്ധിയിലാണ് ആ ജീവനക്കാർ വന്നു പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നലെയാണ് 24 മണിക്കൂർ ഉപവാസ സമരം കഴിഞ്ഞത്. കഴിഞ്ഞ 5 മാസമായി അവർക്കാർക്കും തന്നെ ശമ്പളം ഉണ്ടായിരുന്നില്ല. അവരെല്ലാം തന്നെ ജീവിക്കാൻ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നു. സുഹൃത്തുക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും എല്ലാം കടം മേടിച്ചും മറ്റുമാണ് അവർ ജീവിച്ചു പോകുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ 22 നോൺ ജേർണലിസ്റ്റുകളെയും 17 ജേർണലിസ്റ്റുകളെയും സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതിൽ 21-ാം തീയതി മുതൽ, ഫെബ്രുവരി 21-ാം തീയതി മുതൽ ആളുകൾ ജോയിൻ ചെയ്ത് തുടങ്ങണം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നോൺ ജേർണലിസ്റ്റുകളിൽ മാധ്യമ പത്രത്തിന്റെ പല എഡിഷനുകളും പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോലും ആളുകളെ, നോൺ ജേർണലിസ്റ്റുകളെ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വലിയ പ്രതിസന്ധിയിലേക്ക് നേരിടുന്നു. സ്വയം രാജിവെച്ച് പോകാനാണ് മാനേജ്മെന്റ് ഇവരോടെല്ലാം തന്നെ സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ്. അതിന് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളെ സ്ഥലം മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ മാധ്യമ പത്രത്തിലെ ജീവനക്കാർ സമരത്തിലാണ്. അവർ പക്ഷേ ഹർഷൻ, എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ ഇപ്പോഴും ആ പത്രം ഇറങ്ങുന്നതിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലല്ല, അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ജോലി സമയം കഴിഞ്ഞിട്ടാണ് സമരങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് KUWJന്റെ നേതൃത്വത്തിൽ അവിടെ മാധ്യമ സ്ഥാപനത്തിന്റെ മുമ്പിൽ 24 മണിക്കൂർ ഉപവാസ സമരം നടത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഈ ഉത്തരവ് ഇറങ്ങുന്നത്. അവരെ സംബന്ധിച്ചോളം ഇനി എന്ത് ചെയ്യും എന്നറിയില്ല. കാരണം പല ആളുകൾക്കും ഇനിയിപ്പോൾ പുതിയ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ താമസ സ്ഥലം, അത്തരം കാര്യങ്ങളൊക്കെ നേരിടേണ്ടതുണ്ട്. ഇതിപ്പോൾ നേരത്തെ ഹർഷൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിലെ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കുന്നതാണ്. പക്ഷേ ഇതൊരു പ്രതികാര നടപടിയായിട്ടാണ്. ഈ സമരം ചെയ്തതിന്റെ പേരിൽ 5 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. 1 രൂപ പോലും ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. ആ പണം ആവശ്യപ്പെട്ടതിന്റെ പേരിലൊക്കെയാണ് ആളുകൾ സമരം ചെയ്തത്. ഒരു നിവൃത്തിയില്ലാതെയാണ് അവർ പരസ്യമായി സമരത്തിന് ഇറങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ലേബർ കമ്മീഷൻ ഈ വിഷയം നേരത്തെ തന്നെ ചർച്ചയിലുണ്ട്. ലേബർ വകുപ്പിന്റെ, തൊഴിൽ വകുപ്പിന്റെ പരിഗണനയിൽ ചർച്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു തീരുമാനമാകുന്നത് വരെ സ്ഥലം മാറ്റമോ മറ്റു നടപടികളോ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശവും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ആളുകളെ 39 പേരെയാണ് ഇന്നലെ സ്ഥലം മാറ്റിയിട്ടുള്ളത്. 39 പേരെ സ്ഥലം മാറ്റിയത് എന്നുള്ളതാണ്. എന്തായാലും KUWJ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരുടെ വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് ഇത് ജീവനക്കാരോടുള്ള വെല്ലുവിളി മാത്രമല്ല, പൊതുസമൂഹത്തോടു കൂടിയുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ സമരത്തിനുണ്ടാകുമെന്നുള്ളതാണ് KUWJയും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, പത്രവുമായി ബന്ധപ്പെട്ട് മാധ്യമം പത്രത്തെക്കുറിച്ച് സ്വാഭാവികമായി നമ്മൾ വിലയിരുത്തുമ്പോൾ അതൊരു പ്രസ്ഥാന ബന്ധമുള്ള മാധ്യമ സ്ഥാപനമാണ്. പക്ഷേ ദീർഘകാലമായി അത് എല്ലാ തരം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാത്തരം മാധ്യമപ്രവർത്തകർക്കും അവിടെ സ്പേസ് കൊടുത്തുകൊണ്ട് അവർക്കെല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു. അടിസ്ഥാനപരമായി ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ പിഴവാണ് എന്നുള്ള സാഹചര്യം നിലനിൽക്കെ ജീവനക്കാരെ ഇങ്ങനെ സ്ഥലം മാറ്റുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതാണോ ശരിയായ രീതി എന്ന് ആ നിലയ്ക്ക് ആ പ്രസ്ഥാനവും അടക്കം, ഇപ്പം ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നേരിട്ട് നിയന്ത്രിക്കുന്ന പത്രം കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ആ നിലയ്ക്കുള്ള ആലോചനകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് മാനേജ്മെന്റ് പറയുന്നത് സ്വയം പിരിഞ്ഞു പോകണം എന്നുള്ളതാണ്. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണം. അതായത് സ്ഥിരം ജീവനക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കരാർ ജീവനക്കാരെ നിയമിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള. ഇപ്പോൾ തന്നെ 200ഓളം ജീവനക്കാർ പലതരത്തിൽ അവർ രാജിവെച്ച് പോയ ആളുകളുണ്ട്, അങ്ങനെയൊക്കെ പോയ ആളുകളുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് ഇറക്കിയിട്ടുള്ള അവരുടെ വിശദീകരണ കുറിപ്പിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ ആളുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്, ഇതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്
പറഞ്ഞുകൊണ്ടാണ്. അത് സമരം പിൻവലിക്കണം എന്നതാണ് അവർ പറയുന്ന ഒരു കാര്യം. 5 മാസമായി ഈ സമരം തുടങ്ങുന്നത് 3 മാസത്തെ ശമ്പള കുടിശ്ശിക ഉള്ള സമയത്തായിരുന്നു അവരുടെ സമരം തുടങ്ങിയത്. അതിപ്പോൾ അതിന് ഇപ്പോൾ 5 മാസമായി, അതായത് സമരം തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാനേജ്മെന്റ് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള പത്രം കൂടിയാണ് മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇത്രയും വലിയ നഷ്ടമുണ്ടായത് എന്നുള്ളതാണ് ജീവനക്കാരുടെ ആരോപണം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അവിടെ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ പുറത്താക്കുക കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാധ്യമം പത്രത്തിൽ മാത്രമല്ല, മറ്റു ചില പത്രങ്ങളിൽ കൂടി, ഇപ്പോൾ മംഗളം അടക്കമുള്ള പത്രങ്ങളിൽ പ്രതിഷേധവും സമരങ്ങളും ഒക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. പൊതുവെ മാധ്യമങ്ങൾക്ക് അത്ര നല്ല കാലമല്ല. ആ നിലയ്ക്ക് നോക്കിയാൽ പലയിടത്തും പിരിച്ചുവിടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മാന്യമായ സമീപനം മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോട് സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അക്കാര്യത്തിൽ മാനേജ്മെൻറ്റിൻ്റെ പിഴവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഏൽക്കേണ്ടതുണ്ട് എന്നതുകൂടി വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കാൻ.